ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഒരു ഇലക്ട്രീഷ്യൻ അറസ്റ്റിലായിരിക്കുന്നു. പുൽവാമ സ്വദേശിയായ തുഫൈൽ നിയാസ് ഭട്ടാണ് അറസ്റ്റിലായത്. വൈറ്റ് കോളർ ഭീകര സംഘടനത്തിനിടയിൽ അഭിപ്രായ ഭിന്നത ഉണ്ടായിരുന്നതായി അന്വേഷണ സംഘം നിഗമനത്തിലെത്തിയിട്ടുണ്ട്. ആക്രമണ രീതി, സാമ്പത്തിക കാര്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ അഭിപ്രായ ഭിന്നത നിലനിന്നിരുന്നു എന്നതാണ് അന്വേഷണ സംഘത്തിന് ഇപ്പോൾ കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത്. വിനീത ബി.ജി. ഡൽഹിയിൽ നിന്നുണ്ട് വിവരങ്ങളുമായി. വിനീത, ഈ ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തിൽ എത്രത്തോളം നിർണായകമാണ് ഈ അറസ്റ്റ്? വൈറ്റ് കോളർ ഭീകര സംഘടനയുടെ പ്രവർത്തനങ്ങൾ, അതിനകത്തെ അഭിപ്രായ ഭിന്നതകൾ, ഈ കാര്യങ്ങളിലൊക്കെ വ്യക്തമായ ഒരു ചിത്രം അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ടോ? നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ജി.കെ, എല്ലാ പഴുതുകളും അടച്ചുകൊണ്ടുള്ള അന്വേഷണമാണ് ഈ ഘട്ടത്തിൽ പുരോഗമിക്കുന്നത്. ഇതിന്റെ ഭാഗമായി വിവിധ അന്വേഷണ സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ടാണ് വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധനകളും ഒപ്പം തന്നെ അറസ്റ്റുകളും പുരോഗമിക്കുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ പുൽവാമ സ്വദേശിയായ തുഫൈൽ നിയാസ് ഭട്ടിനെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇയാൾക്ക് ഈ വൈറ്റ് കോളർ ഭീകര സംഘവുമായി ബന്ധമുണ്ട് എന്ന് അന്വേഷണ സംഘം നേരത്തെ തന്നെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഈ ഡൽഹി സ്ഫോടനം ഉൾപ്പെടെ ആസൂത്രണം ചെയ്തതിൽ ഇയാൾക്കെതിരെ കൃത്യമായിട്ടുള്ള തെളിവുകൾ ലഭ്യമായ അന്വേഷണ സംഘത്തിലെ ചില ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നുണ്ട്. ഈ തെളിവുകളുടെ കൂടി പശ്ചാത്തലത്തിലാണ് ഇലക്ട്രീഷ്യൻ കൂടിയായ പുൽവാമ സ്വദേശിയായ തുഫൈൽ നിയാസ് ഭട്ടിനെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇയാളെ വളരെ വിശദമായി തന്നെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇത് കൂടാതെ തന്നെ ഇന്ന് ചില നിർണായകമായിട്ടുള്ള വിവരങ്ങൾ കൂടി നമുക്ക് ലഭ്യമാവുന്നുണ്ട്. അത് ഈ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്ന, അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ വൈറ്റ് കോളർ ഭീകര സംഘത്തിലെ ഡോക്ടർമാരെയൊക്കെ അന്വേഷണ സംഘം വളരെ കൃത്യമായി തന്നെ ചോദ്യം ചെയ്തു വരികയാണ്. ഇതിനിടയിലാണ് ചിലർ മൊഴി നൽകിയിരിക്കുന്നത്. ഈ വൈറ്റ് കോളർ ഭീകര സംഘത്തിനിടയിൽ ചില അഭിപ്രായ ഭിന്നതകൾ നിലനിന്നിരുന്നതായി അന്വേഷണ സംഘത്തിന് വിവരം ലഭ്യമായിട്ടുണ്ട്. അത് ഈ ആക്രമണ രീതി, ഒപ്പം തന്നെ സാമ്പത്തികം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലായിരുന്നു ഇവർക്കിടയിൽ ഈ ഭിന്നത നിലനിന്നിട്ടുണ്ടായിരുന്നത്. ഈ ജമ്മു കാശ്മീരിൽ മൗലവി ഇർഫാൻ അറസ്റ്റിലായതോടുകൂടി ഈ സ്ഫോടനം നടത്തിയ ഉമർ മുഹമ്മദ് പിന്നീട് ജമ്മു കാശ്മീരിലേക്ക് പോവുകയും ഈ സംഘാംഗങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന ഭിന്നതകൾ പരിഹരിച്ചു എന്നുമാണ് അന്വേഷണ സംഘം പറയുന്നത്. ഈ അഭിപ്രായ ഭിന്നതയെ തുടർന്ന് ഉമർ മുഹമ്മദ് ആദിൽ റാത്തർ നേരത്തെ ജമ്മു കാശ്മീരിൽ നിന്ന് അറസ്റ്റിലായ ഡോക്ടറാണ്. ഈ വൈറ്റ് കോളർ ഭീകര സംഘത്തിലെ ഒരു പ്രധാന കണ്ണി കൂടിയാണ്. ഇയാളുടെ കല്യാണത്തിനുൾപ്പെടെ, വിവാഹത്തിനുൾപ്പെടെ ഇവർ തമ്മിലുള്ള ഭിന്നതയെ തുടർന്ന് ഈ സ്ഫോടനം നടത്തിയ ഉമർ മുഹമ്മദ് പങ്കെടുത്തിരുന്നില്ല എന്നാണ് അന്വേഷണ സംഘത്തിന് വിവരം ലഭ്യമായിട്ടുണ്ടായിരുന്നത്. അതിന് പിന്നാലെയാണ് ജമ്മു കാശ്മീരിൽ മൗലവി ഇർഫാൻ അറസ്റ്റിലാകുന്നത്. ഇതോടുകൂടി ഉമറിനൊരല്പം ഭയം ഉള്ളിലുണ്ടാവുകയും പിന്നീട് ഈ സംഘാംഗങ്ങൾക്കിടയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉമർ മുഹമ്മദ് തന്നെ നേരിട്ട് ഇറങ്ങുകയും അയാൾ ജമ്മു കാശ്മീരിൽ പോയി മറ്റ് സംഘാംഗങ്ങളുമൊക്കെയായി കൂടിക്കാഴ്ച നടത്തുകയും ഈ വൈറ്റ് കോളർ ഭീകര സംഘത്തിനുള്ളിലുള്ള ഭിന്നതകൾ പരിഹരിക്കുകയും ചെയ്തുവെന്നുമാണ് അന്വേഷണ സംഘത്തിന് വിവരം ലഭ്യമായിരിക്കുന്നത്. അതിൽ അൽ ഖ്വയ്ദയോട് താല്പര്യമുള്ളവരായിരുന്നു അറസ്റ്റിലായ ആദിൽ റാത്തറും ഒപ്പം തന്നെ മൗലവി ഇർഫാൻ എന്നും അന്വേഷണ സംഘത്തിന് വിവരം ലഭ്യമായിട്ടുണ്ട്. പക്ഷെ അതേസമയം ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ രീതികളോടായിരുന്നു ഉമർ മുഹമ്മദിന് താല്പര്യമെന്നും ഇത് സംബന്ധിച്ചുകൊണ്ടുള്ള ആക്രമണ രീതികളെപ്പറ്റി ഇരുവർക്കും ഇടയിൽ ചില ഭിന്നതകൾ നിലനിന്നിട്ടുണ്ടായിരുന്നുവെന്നുമാണ് അന്വേഷണ സംഘത്തിന് വിവരം ലഭ്യമായിരിക്കുന്നത്. ഒപ്പം തന്നെ ഇവർക്ക് ആവശ്യമായിട്ടുള്ള ഈ ആയുധങ്ങളൊക്കെ ഏകോപിപ്പിച്ചു കൊടുത്തതൊക്കെ നേരത്തെ അറസ്റ്റിലായ വനിതാ ഡോക്ടറായ ഷാഹിനാണെന്നുള്ള വിവരവും അന്വേഷണ സംഘത്തിന് ലഭ്യമായിരിക്കുകയാണ്. നിലവിൽ അറസ്റ്റിലും കസ്റ്റഡിയിലുമായ പ്രതികളെയൊക്കെ തന്നെ വളരെ കൃത്യമായി അന്വേഷണ സംഘം ചോദ്യം ചെയ്തു വരികയാണ്. ഇവരുടെ മൊഴികളുടെ കൂടി പശ്ചാത്തലത്തിലാണ് മുന്നോട്ടുള്ള ഓരോ നീക്കവും അന്വേഷണ സംഘം നടത്തുന്നത്. ശരി, വിനീത ബി.ജിയാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ ഈ ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഒരു ഇലക്ട്രീഷ്യൻ അറസ്റ്റിലായിരിക്കുന്നു. പുൽവാമ സ്വദേശിയാണ്. തുഫൈൽ നിയാസ് ഭട്ട് എന്നാണ് ഇയാളുടെ പേര്. വൈറ്റ് കോളർ ഭീകര സംഘത്തിന് ഇടയിൽ ചില അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായിരുന്നു എന്ന ഒരു നിഗമനം കൂടി NIA-ക്ക് ഉണ്ട്. ആക്രമണ രീതി, അത് സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച കാര്യങ്ങളിലൊക്കെയായിരുന്നു അഭിപ്രായ ഭിന്നത നിലനിന്നതെന്നാണ് വിനീത ബി.ജി. ഡൽഹിയിൽ നിന്ന് നൽകുന്ന റിപ്പോർട്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.